വീട്ടിൽ ഏതെങ്കിലും കൗൺസിലേഴ്സോ പ്രാർത്ഥനക്കാരോ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചതിന് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ദാനമായി കിട്ടി, ദാനമായി കൊടുക്കാനാണ് ആര് പറയുന്നത്? വചനം പറയുന്നത്. അതുകൊണ്ട് വചനത്തിനെതിരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും സംസാരിക്കില്ല. കാരണം വചനം പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു രീതിയിൽ, മറ്റൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും ഇല്ല. വചനം ആത്മാവും ജീവനുമാണ്. ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ്. ആത്മാവ് കൊടുത്ത പ്രചോദനം അനുസരിച്ച് എഴുതിയതാണ്. അപ്പോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് മറ്റൊരു പ്രാർത്ഥനക്കാരനിലൂടെ എന്നിലൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് വിപരീതമായതോ വിരുദ്ധമായതോ സംസാരിച്ചാൽ അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല. ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന്റെ ആത്മാവാണ്.